ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നിയമം മോശവഴിയാണ് നൽകപ്പെട്ടത്. കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴിയും. ദൈവം നമുക്ക് നൽകിയ നിയമത്തിൻ്റെ പ്രത്യേകത നമ്മുടെ കുറവുകൾ മനസ്സിലാക്കുവാൻ അത് നമ്മെ സഹായിക്കുന്നു എന്നതാണ്. നിയമമുണ്ടെങ്കിലേ നിയമലംഘനം നാം തിരിച്ചറിയൂ. അതിനാൽ നിയമത്തിൻ്റെ കീഴിൽ നിന്ന് മോചനം നൽകി കൃപയ്ക്കു കീഴിലേക്ക് നമ്മെ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ ജീവിതം വിജയപ്രദമാകുന്നത് ഇവിടെയാണ്. അതാണ് മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പിതാവിന് തൻ്റെ വിശുദ്ധി നമ്മിലേക്ക് പകരാൻ തിരഞ്ഞെടുത്ത മാർഗമാണ് ക്രിസ്തു. ഈ കൃപയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ക്രിസ്തുവിന് അടിമപ്പെടുത്തുവാൻ ബലം പിടിക്കുകയോ പാടുപെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥത എനിക്കില്ലെന്ന് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞാൽ മതി. ദൈവകൃപ നമ്മിലേക്ക് സമൃദ്ധിയായി ഒഴുകും. കൃപയോടുകൂടി കൽപ്പനകൾ പാലിക്കാൻ ദൈവകൃപ ആവശ്യമായിരിക്കുന്നു. മോശ വഴി നൽകപ്പെട്ട പഴയ ഉടമ്പടി കൊണ്ട് മാത്രം എല്ലാം പൂർണ്ണമാകാത്തതിനാലാണ് യേശുക്രിസ്തുവിലൂടെ കൃപയുടെ നിറവ് മനുഷ്യനിലേക്ക് ഒഴുക്കപ്പെട്ടത്. ബലഹീന മനുഷ്യരായ നാം ഇവിടെ ചെയ്യേണ്ടത് കൃപയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദാഹിക്കുക എന്നതാണ്. കൃപ പ്രാപിക്കുമ്പോൾ പിതാവാം ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ പൂർണ്ണമായി പ്രസാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതിനാൽ ക്രിസ്തുവിനെ എൻ്റെ ഹൃദയത്തിൽ കർത്താവായി ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാൽ പാപത്തിന് നമ്മുടെ മേൽ ഭരണം നടത്തുവാൻ കഴിയില്ല. കാരണം നിങ്ങൾ നിയമത്തിൻ്റെ കീഴിലല്ല, കൃപയ്ക്കു കീഴിലാണ്. റോമർ 10:4. വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ അവസാനമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.